ആർളം പഞ്ചായത്തിലെ 9ാം വാർഡായ ഇടവേലിയിൽ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നില്ലെന്ന ആരോപണമുന്നയിച്ച് വാർഡ് മെമ്പർ KM രാജീവന്റെ പ്രതിഷേധം. മാലിന്യം ശേഖരിച്ച് വാഹനത്തിൽ കയറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുപോയി മെമ്പർ പ്രതിഷേധിച്ചു. അധികൃതർ ഇത് തടയാൻ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർക്ക് ഇക്കാര്യത്തിൽ പക്ഷപാത നിലപാടാണെന്ന് KM രാജീവൻ പറഞ്ഞു. ഇന്നുണ്ടായ സംഭവം, ഞാൻ 9ാം വാർഡിൽ ആർളം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിൽ 4-5 മാസമായി ഈ ഭരണസമിതി വന്നതിന് ശേഷം പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന മുഖേന എടുക്കാറില്ല. കാരണം 2 ഹരിതകർമ്മസേന ഉള്ള ആൾ ലീവായിരുന്നു. അവർക്ക് പകരം സംവിധാനമാക്കാൻ ഈ ഭരണ സംവിധാനത്തിന് ആയിട്ടില്ല. ആയത് 1 മാസം മുമ്പാണ്. അവരാണെങ്കിൽ കൃത്യമായിട്ട് എടുക്കുന്നുമില്ല. ഈ 5 മാസത്തെ വേസ്റ്റ് പല വീടുകളിലും കെട്ടിക്കിടക്കുകയാണ്. പകർച്ചവ്യാധി വരുന്ന സമയങ്ങളിൽ മെമ്പർ എന്ന നിലയിൽ എന്നെ വിളിച്ച് നിരന്തരം ഞങ്ങളൊന്നും കത്തിച്ച് കളയൊന്നുമില്ല, അവർ കത്തിക്കരുത്, അത് നമ്മളൊരു പൊതുവായ സംവിധാനത്തിലൊരു മോശമാണ്. നമ്മൾ ഹരിതകർമ്മസേന മുതൽ നല്ലൊരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അത് നിങ്ങൾ കത്തിക്കരുത് മെമ്പർ എന്ന നിലയിൽ ഞാൻ നാളെ എടുത്തോളൂ, നിങ്ങൾ ഒരു ദിവസം ക്ഷമിക്കുക. പല പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഇന്നല്ലാത്ത വിളിച്ചിട്ട് പറയുന്നത് കത്തിക്കുന്നു. അപ്പം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ആ വേസ്റ്റ് ഞാനെടുത്ത് സാധാരണ പഞ്ചായത്തിൻ്റെ പുറകുവശത്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടിട്ട് സെക്രട്ടറിയോട് ഞാനിവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ ഒരുപാടുണ്ട്. പിന്നെ ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ സ്വന്തം എടുത്തിട്ടാണ് വരുന്നത്, വണ്ടിക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആ കൊണ്ടുവന്ന വണ്ടി തടയുകയും പോലീസ് CI ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും വണ്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വണ്ടി ഡ്രൈവറെ മാറ്റി നിർത്തി ഡ്രൈവറുടെ പേഴ്സും മൊബൈൽ അടക്കമുള്ള വണ്ടി അടക്കം എടുത്തിട്ട് എന്തോ ഭീകര കുറ്റവാളികളെ പോലെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെയ്ത തെറ്റത്തിലുള്ള മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ജനങ്ങളെ വേസ്റ്റ് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ട് ഇറക്കിയതിന് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ ചെയ്യുന്ന സ്വജനപക്ഷപാതങ്ങളിൽ ഈ 6 മാസത്തിലുള്ള ഒരുപാട് കഥകൾ ഞങ്ങൾ പറയാറുണ്ട്. അതായത് പ്രതിപക്ഷ മെമ്പർമാരെ യാതൊരു വിധ അംഗീകാരം നൽകാതെ, അത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങൾ പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ഭരണസമിതി യോഗത്തിൽ അജണ്ടയില്ലാത്ത കാര്യം ഒന്നും ഉണ്ടാൻ പാടില്ല, അജണ്ടയിലേക്ക് അതിന് വേണമെങ്കിൽ പൊക്കോളുക എന്നുള്ള നിലപാടിലാണ്. 13 മെമ്പർമാർ 6 മെമ്പർമാർ എന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്ന മെമ്പർമാരില്ലേ, ഓരോ കാര്യങ്ങളായാലും ഈ ഹരിതകർമ്മസേന എൻ്റെ വാർഡിൽ നിയമിക്കുന്നത് വാർഡ് മെമ്പറായ എന്നോട് ചോദിക്കുകയോ ഞാൻ അറിയുകയോ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഹരിതകർമ്മസേനയെ നിയമിക്കുന്നത് കുടുംബശ്രീ അംഗമായിരിക്കണം. നിയമിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് നിർബന്ധമായ വൈലോയിലുണ്ട്. ഈ അങ്ങനെയുള്ള ആളുകൾ, കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള ആളുകൾ ADS മുഖേന CDSൽ അപേക്ഷ വെക്കുകയും CDS കമ്മിറ്റി അത് പരിശോധിച്ച് അർഹരായ ആളുകളെ, അതായത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും 50 താഴെയുള്ളവരായിരിക്കണമെന്നാണ് മാനദണ്ഡം. വിധവകളാണ് മുൻഗണനയുണ്ട്. അങ്ങനെയൊക്കെ അതിൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെ വന്നത് 2 അപേക്ഷകരാണ്. അവർക്ക് ഇവർ അനുമതി നിഷേധിക്കുകയാണ്ടായത്. പക്ഷേ ഈ ഹരിതകർമ്മസേനയിലെ ഈ CDS മുഖേന ഒരു അപേക്ഷയും വെക്കാതെ 2 ആളുകളെ, ഒരാൾ കുടുംബശ്രീയിൽ അംഗം പോലും അല്ലാതെ 2 ആളുകളെ നിർബന്ധമായി ഭരണസമിതിയിൽ അടിച്ചേൽപ്പിക്കുന്ന നിലയുണ്ടായി. ഞങ്ങളെ ഈ അജണ്ട ഞങ്ങൾ വിയോജിപ്പുണ്ട്, അങ്ങനെ അവരെ നിയമിക്കാൻ പാടില്ല, അവർ കുടുംബശ്രീ അംഗം പോലുമല്ല, അതിൻ്റെ മാനദണ്ഡം പാലിച്ചിട്ട് നിങ്ങൾ നിയമിക്കാൻ പാടില്ല, അത് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത്. ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറിക്കോ വരില്ല, വൈസ് പ്രസിഡന്റ് പറയുന്നതാണ് കാര്യങ്ങൾ, വൈസ് പ്രസിഡന്റാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുക. അങ്ങനെ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതി പുറത്തുപോയി. എന്തായാലും അവർ വേസ്റ്റെടുക്കാൻ ആളുകൾ ഇറങ്ങി, 1-ാം തീയതി പോലെ അവർ ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറങ്ങിയെങ്കിലും ഇന്നേ വരെ കുറേ വീടുകൾ വേസ്റ്റെടുക്കാതെ കെട്ടിക്കിടക്കണം. അവരാണ് എന്നെ നിരന്തരം വിളിച്ചോളൂ. ഞാൻ പല പ്രാവശ്യം ഇവിടെ പഞ്ചായത്തിൽ അത് പരാതിയെ പറഞ്ഞെങ്കിലും അത് മുഖവിലൊക്കെ എടുക്കാതെ മെമ്പറായി എന്നെ കരുതച്ച് കാണിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇവർ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാനത് പരിഹാരം ഉണ്ടാക്കുക എന്നല്ലാതെ ഈ കാര്യങ്ങൾ അവരോട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെ വിളിക്കുമ്പോൾ പറയാം മെമ്പറെ സമീപിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഗത്യന്തരമില്ല ഞാൻ ഈ വേസ്റ്റ് എടുത്ത് ഇവിടെ വന്നത്. വൈസ് പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളുകളും വൈസ് പ്രസിഡന്റ് ഇഷ്ടം മാത്രമേ ഈ പഞ്ചായത്തിൽ നടക്കൂ. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് LDF ആവശ്യപ്പെട്ടു. ഏജനറ്റ് ന്യൂസ്, ആർളം.